ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഫലൂഡ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫലൂഡയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് പാല് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് വെക്കുക. ഇപ്പോൾ പാലിവിടെ 2-3 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് പോകാതെ പ്രത്യേകം നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഫലൂഡ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫലൂഡ മിക്സ് വെച്ചിട്ടാണ് ഫലൂഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റോസ് ഫ്ലേവറിലുള്ള ഫലൂഡ മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഫലൂഡ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ സൂപ്പർ ഫലൂഡയാണ് ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പാക്കിങ് ഇതേപോലെയാണ്. പിന്നെ ഞാൻ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും, അപ്പോൾ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 കപ്പ് പാലും അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ഈ ഫലൂഡ മിക്സിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഈ ഫലൂഡ മിക്സ് മുഴുവനായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് തിളപ്പിക്കേണ്ടത്. ഈ മിക്സിൽ തന്നെയുണ്ട് പഞ്ചസാരയും സേമിയയും പിന്നെ ഈ സബ്ജ സീഡ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഈ മിക്സിൽ തന്നെയുണ്ട്. വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്തിട്ട് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത്രയും ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായിട്ട് പോവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫലൂഡ എങ്ങനെയാണ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ ഇതേപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ നട്ട്സ് ഉണ്ട്, പിന്നെ കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. റോസ് സിറപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അര കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത്, ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു തുള്ളി റെഡ് ഫുഡ് കളറും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ആ റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ വരും. അതിനുശേഷം നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. നന്നായിട്ട് ചൂടാറിന് ശേഷം നമുക്കൊരു ടിന്നിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഗ്ലാസ്സിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായി അടിഭാഗത്തൊന്നും ആവുന്ന രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ, മാംഗോ അങ്ങനെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം, കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഫ്രൂട്ട്സും നട്ട്സും കോൺഫ്ലേക്സും ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം, ഫലൂഡ മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഐസ്ക്രീം ഇട്ടിട്ട് മേലെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. മേലെ കുറച്ച് റോസ് സിറപ്പ് വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. ലാസ്റ്റായിട്ട് ഓരോ പീസ് മുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടയായിട്ട് പോകും. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ഈ ഐസ്ക്രീമൊക്കെ കുറച്ചൊന്ന് മെൽറ്റായിട്ട് കഴിക്കാൻ നല്ല സ്മൂത്തായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാതും ഈ ഫ്രൂട്ട്സും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫലൂഡ മിക്സും എല്ലാതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിക്കണം എന്നുള്ളവർക്ക് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ കഴിക്കാവുന്നതാണ്. പക്ഷേ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരളവിൽ സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വലിയ ഗ്ലാസ് ഫലൂഡ ഉണ്ടാക്കാനായിട്ട് പറ്റും.
അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫലൂഡ മിക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫലൂഡയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.